റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഫാത്തായിട്ട് അന്ന് ഖബറടക്കാതെ തിങ്കളാഴ്ചയില്ല, ചൊവ്വാഴ്ചയില്ല, ബുധനാഴ്ച ഖബറടക്കി എന്നാണ് ചരിത്രം. എന്തുകൊണ്ട്? ഈ വിശ്വാസികളോട് തനിക്ക് ശേഷം ആരാണ് നേതൃത്വത്തിൽ വരേണ്ടത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. മറിച്ച് അവർ കൂടി ആലോചിച്ചുകൊണ്ട് ജനാധിപത്യപരമായ രൂപത്തിൽ, അതിനാണ് സയ്യിദ് മൗദൂദ് സാഹിബൊക്കെ തിയോഡെമോക്രസി എന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൽ അധിഷ്ഠിതമായി ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ഇസ്ലാം വിട്ടുകൊടുത്തിരിക്കുന്നു. അങ്ങനെ അവർ ഒരുപാട് ആലോചനകൾക്ക് ശേഷം ഉമർ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങളാണ് പ്രവാചകനോടൊപ്പം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങളാണ് പ്രവാചകനോടൊപ്പം ഹിജ്റയിൽ വന്ന ആൾ. അതോടൊപ്പം തന്നെ പ്രവാചകന് വളരെ ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് മസ്ജിദുൻ നബവിയിൽ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാനും നിങ്ങളെയാണ് ചുമതലപ്പെടുത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ടും നേതാവാകാൻ താങ്കളാണ് ഉത്തമൻ എന്ന് പറഞ്ഞ് അവസാനം അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് എല്ലാവരും ബൈഅത്ത് കൊടുത്തു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഏറ്റെടുത്തു. എന്നിട്ട് അദ്ദേഹം ചരിത്രത്തിൽ നടത്തുന്ന ഒരു പ്രഭാഷണമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ വലിയ വലിയ ആളുകൾ ഉണ്ടാകും, അവരാരും എൻ്റെ മുമ്പിൽ വലിയ ആളുകളും നിങ്ങൾക്ക് സ്ഥാനവും പദവിയും നേടിക്കളയുമെന്ന് നിങ്ങൾ വിചാരിക്കണം. അവരൊക്കെ എൻ്റെ മുമ്പിൽ ചെറിയ ആളുകൾ, പൂച്ചകളാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ പാവപ്പെട്ട ആളുകളുണ്ടാവും, അവരുടെ അവകാശങ്ങൾ തടയപ്പെടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. അവർക്ക് എൻ്റെ മുമ്പിലേക്ക് കടന്നു വരാം, അവരുടെ അവകാശങ്ങൾ ഒരുപക്ഷെ ഒരു ഭരണാധികാരി ചരിത്രത്തിൽ ഏറ്റെടുത്ത് നടത്തിയ ഏറ്റവും വലിയൊരു പ്രഭാഷണമായിട്ട് ഇന്നത്തെ കാലത്ത് പുതിയ രൂപത്തിൽ വായിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ മദീന നമ്മൾക്ക് മുമ്പാകെ വെക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾ മദീനയിൽ ചെല്ലുമ്പോൾ ഇസ്ലാമിൻ്റെ ഓരോ ചരിത്രം അത് അവിടെ കാണില്ല, പക്ഷെ ആലോചിച്ചെടുക്കാൻ നമുക്ക് കഴിയും. അതുകൂടി ഒരു തീർത്ഥാടകന് കിട്ടുന്ന സ്ഥലവും കൂടിയാണ് പുണ്യ മദീന എന്ന് പറയുന്നതും. അതും ഹജ്ജിൻ്റെയും ഉംറയുടെയും ഭാഗമായിട്ട് അവർക്ക് നേടിയെടുക്കാം. പിന്നെ ഇബാദത്തുകൾക്ക് കൂടുതൽ സമയം മസ്ജിദുൻ നബവിയിൽ നമസ്കരിക്കാൻ, ദുആ ചെയ്യാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, ഖുർആൻ കാണാതെ പഠിക്കാനൊക്കെ ഉള്ള സന്ദർഭങ്ങൾ ഒരു പഠനത്തിൻ്റെ കേന്ദ്രമായിട്ടും മസ്ജിദുൻ നബവിയെ അന്നും കാണാം, ഇന്നും കാണാം. അവിടെ കുട്ടികൾക്കൊക്കെ ഹിഫ്ളാക്കുന്ന സ്ഥലങ്ങളൊക്കെ അതിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാം. രാത്രിയിലൊക്കെ പല പണ്ഡിതന്മാർ പല കിതാബുകൾ വെച്ച് പറയുന്ന ചോദ്യോത്തര സ്വഭാവത്തിലുള്ള പഠനങ്ങളൊക്കെ ആയിട്ട് മദീന നിറഞ്ഞു നിൽക്കുന്നു. അതും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.